ഉണ്ടെങ്കിൽ ദൈവം എന്നെ രക്ഷിക്കട്ടെ അങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ജയിൽ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 72ാമത്തെ ദിവസമാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. ജാമ്യം കിട്ടിയിട്ട് വന്ന് പിന്നെ അറിയാമല്ലോ, നിരപരാധിത്വം തെളിഞ്ഞിട്ടില്ല, പുറത്തെവിടെയും ഇറങ്ങാൻ പറ്റൂല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാർലറൊക്കെ പൂട്ടിപ്പോയി. അതൊക്കെ അവര് അടച്ചോളാൻ പറഞ്ഞു. ഹസ്ബൻഡും മോനും ചെന്നിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി വീട്ടിലിട്ടത്. അതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. നമ്മൾ കുറച്ച് ഉണ്ടാക്കി ഒരു പാർലർ ഉണ്ടാക്കുക പറഞ്ഞെങ്കിൽ അതെൻ്റെ ഇതായിരുന്നു. അതിൽ വെച്ചിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും, ആ ഇതിൽ വരുന്ന വരുമാനം വെച്ചിട്ടായിരുന്നു നമ്മളെല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോയത്. അപ്പം അതും നഷ്ടപ്പെട്ടു. പിന്നെ ജാമ്യം കിട്ടി വന്ന് മോളുടെ വീട്ടിലായിരുന്നു. പിന്നെ എവിടെയും പുറത്തിറങ്ങാൻ പറ്റൂല, അങ്ങനെ ഉണ്ടായി. പിന്നെ അത് മെയ് 2023 മെയ് 10 എനിക്ക് ജാമ്യം കിട്ടുന്നത്. ജൂൺ 16 തീയതി മോള് പ്രസവിച്ചു. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. മോളുടെ കൂടെ നിൽക്കാനുള്ള ദൈവത്തിന് നന്ദി പറയായിരുന്നു. ആ സമയത്തെങ്കിലും എനിക്ക് ജാമ്യം കിട്ടിയല്ല.